ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ എന്തൊക്കെ സെക്ഷൻസ് ഉണ്ട് അതിനെ പറ്റിയുള്ള ഒരു കുറച്ച് തിയറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, പക്ഷേ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണുന്നു. അതായത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഓരോ സെക്ഷൻസും എന്തൊക്കെയാണ്, ഓരോ പാർട്ടും എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ നമുക്ക് 3 സെക്ഷൻ ഉണ്ടെന്ന് പറയാം. ഈ കാണിച്ചിരിക്കും പോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സെക്ഷൻ, പിന്നെ ഫംഗ്ഷൻ കോള്, പിന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിൽ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനെന്നാൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ഈ ഒരു ഫുൾ ഫംഗ്ഷൻ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ്. ഇങ്ങനെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് മെയിൻ ഫംഗ്ഷന്റെ മുന്നേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സാധാരണഗതി നമ്മൾ മെയിൻ ഫംഗ്ഷന് മുന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ മെയിൻ ഫംഗ്ഷന് മുന്നെയാണ് നമ്മൾ ഫംഗ്ഷനെ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇത് സംഭവം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഹെഡർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ മെയിൻ ഫംഗ്ഷൻ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് അഡീഷൻ AB എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ അഡീഷൻ എന്ന് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ കമ്പൈലറിന് അറിഞ്ഞുകൂടായിരിക്കും. കാരണം ഈ അഡീഷൻ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ട് എന്ന് കമ്പ്യൂട്ടറിന് കമ്പൈലറിന് മനസ്സിലായിട്ടില്ല. അത് റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ ഇതിലുണ്ട് എന്ന് കമ്പൈലർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ ഒരു പോർഷൻ ഈ മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിരുന്നുവെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു ഹെഡർ സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്ത് ആ കമ്പ്യൂട്ടറിന് മനസ്സിലാവുമായിരുന്നു അഡീഷൻ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്നും അതിന്റെ റിട്ടേൺ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ് എന്നും അതിന് 2 ഇൻപുട്ട് വാല്യൂസ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാവുമായിരുന്നു. എന്നിട്ടായിരിക്കും അത് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ ഫംഗ്ഷൻ കോൾ വരുമ്പോൾ, അതായത് അഡീഷൻ എന്ന് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഇങ്ങനത്തെ ഈ ഒരു പേരിലുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ കോളാണിത് എന്ന് കമ്പൈലറിന് മനസ്സിലാവും. അതേസമയം ഈ മെയിൻ ഫംഗ്ഷൻ ശേഷമാണ് ഈ ഫംഗ്ഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന് അറിയാതിരിക്കത്തില്ല ഇങ്ങനത്തെ ഈ അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്ന് കമ്പൈലറിന് അറിയാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫംഗ്ഷന്റെ ഈ ഹെഡർ ലൈൻ തന്നെയാണ് നമ്മൾ ഇവിടെ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ഈ ഹെഡർ ലൈനിൽ ഇൻറ്റെന്നും അതിന്റെ ഫംഗ്ഷന്റെ പേര് എന്താണെന്നും ഒക്കെ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. ആകെ 2 ഡിഫറൻസേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസിന്റെ പേര് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. വേരിയബിൾസിന്റെ പേര് മെൻഷൻ ചെയ്താലും പ്രോഗ്രാം റൺ ആയിക്കോളും, എറർ ഒന്നും കാണിക്കത്തില്ല. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വേരിയബിളിന്റെ പേരും കൂടെ ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കത് ഫോളോ ചെയ്യേണ്ട, നമ്മൾ അതിന്റെ ഡാറ്റ ടൈപ്പ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. വേരിയബിളിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സെമി കോളൻ ഉണ്ട്. നമ്മുടെ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു സെമി കോളനും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ചെയ്യണം. അത് നമ്മുടെ ഈ ഫംഗ്ഷൻ ഹെഡറിൽ അങ്ങനെ ഒരു സെമി കോളൻ ഇല്ല. അപ്പം ആ ഒരു സംഭവം നിർബന്ധമായും ആഡ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെ. നമുക്ക് ഈ ഒരു വേരിയബിൾസ്, ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് മാത്രം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഹെഡർ ഫയൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്തത് ഈ ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്നും അതിന്റെ ഡാറ്റ ടൈപ്പ്, റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റീജർ ആണ് എന്നും അത് ഫംഗ്ഷൻ റൺ ചെയ്യാനായിട്ട് 2 ഇൻപുട്ട് വാല്യൂസ് വേണമെന്നും അതിന്റെ 2ന്റെയും ഡാറ്റ ടൈപ്പ് ഇന്റീജർ ആണ് എന്നുള്ള ഇൻഫർമേഷൻ എല്ലാം കമ്പ്യൂട്ടറിന് കിട്ടും. അതിനുശേഷമായിരിക്കും മെയിൻ എന്ന ഫംഗ്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴേക്കും കമ്പ്യൂട്ടർ മനസ്സിലാവും അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ട് എന്ന്. അത് കറക്റ്റായിട്ട് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ പ്ലേസിൽ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പം ഈ മെയിൻ ഫംഗ്ഷന് ശേഷം ഈ ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു എങ്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം.
അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് നിർബന്ധമായും എല്ലാ പ്രോഗ്രാമിലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എപ്പോഴും മെയിൻ ഫംഗ്ഷന്റെ മുകളിലായിരിക്കും എഴുതുന്നത്. അങ്ങനെ എഴുതുന്നില്ല എങ്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം. അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫംഗ്ഷൻ കാൾ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫംഗ്ഷൻ കാൾ അല്ലെങ്കിൽ കാളിംഗ് എ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം മെയിൻ ഫംഗ്ഷന്റെ അകത്ത് വെച്ച് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാനുള്ള ആ സിഗ്നൽ കൊടുക്കുന്ന ആ സ്റ്റെപ്പിനെയാണ് ഫംഗ്ഷൻ കോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ കോളിംഗ് എ ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പേര് മെൻഷൻ ചെയ്യും. എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് എന്തൊക്കെ ഇൻപുട്ട് വാല്യൂസ് ആണോ ഫംഗ്ഷൻ റൺ ചെയ്യാനായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ബ്രാക്കറ്റിൽ ആ വാല്യൂ അതിന്റെ വേരിയബിൾസും കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യും. ഒന്നുകിൽ വേരിയബിൾസ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ എക്സ്പ്രഷനോ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂസ് തന്നെ 5 എന്നോ 10 എന്നോ ഉള്ള വാല്യൂസ് തന്നെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും ഇൻപുട്ടായിട്ട് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വാല്യൂസും ഇൻപുട്ടായിട്ട് വേണ്ട എങ്കിൽ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 ബ്രാക്കറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു വാല്യൂസും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ട് വാല്യൂസും വേണ്ട എങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ട് കിടക്കാം. 2 ബ്രാക്കറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷന്റെ പേര് എഴുതുക, എന്നിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ്. ഇൻപുട്ട് വാല്യൂസ് ഇതിന്റെ കൂടെ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ബ്രാക്കറ്റ്സിന്റെ അകത്ത് കോമയിട്ട് നമുക്ക് ഓരോ ഇൻപുട്ട് വാല്യൂസും നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കോളിനെ പറ്റിയും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ പറ്റിയും നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന പോർഷനെയാണ്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന ആ ഒരു പോർഷനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷന്റെ ഹെഡർ ഫയലും ബാക്കിയുള്ള അതിൻ്റെ അകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സും ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന പോർഷനാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആക്ച്വലി ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന പോർഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഹെഡറും പിന്നെ ഫംഗ്ഷൻ ബോഡിയും. നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പോർഷനെയാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ആ പോർഷൻ കാണിച്ചിട്ട് അതിലുള്ള പല പല കമ്പോണൻസ്, അതായത് പല പല പോർഷൻസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ, നമ്മുടെ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ആദ്യത്തെ ലൈനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ ടൈപ്പ്, പിന്നെ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. അത് 3 ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള പോർഷനാണ് ഫംഗ്ഷൻ ബോഡി എന്നത്. ഫംഗ്ഷൻ ബോഡി എന്ന് പറഞ്ഞാൽ ഈ കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന പോർഷനെയാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻ ഹെഡറിന് ശേഷം ഈ കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന ആ പോർഷനെയാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അതിനെ 3 സെക്ഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കാര്യങ്ങളൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫംഗ്ഷൻ ഹെഡറിന്റെ അകത്തുള്ള കാര്യങ്ങൾ. ആദ്യം ഈ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്ന സംഭവം. ഈ ഫംഗ്ഷൻ നെയിം നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം എഴുതുന്ന ആളാണ് ഫംഗ്ഷൻ നെയിം സെറ്റ് ചെയ്യുന്നത്. റിസർവ്ഡ് വേർഡ്സ് അല്ലാത്ത ഏത് വേർഡ്സ് വേണോ നമുക്ക് ഫംഗ്ഷൻ നെയിം ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. നമ്മൾ വേരിയബിൾസിന് അതുപോലെ തന്നെ അറേസിനും ഒക്കെ ഓരോ പേര് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഫംഗ്ഷനും പേര് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിന് ഐഡന്റിഫൈസ് എന്ന് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിന്റെ ബിഗിനിങ്ങിൽ ഒരു ടോപ്പിക് പഠിച്ചായിരുന്നു. ഐഡന്റിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസിനും അറേസിനും ഫംഗ്ഷൻസിനും ഒക്കെ കൊടുക്കുന്ന പേര്, അതിനെയാണ് ഐഡന്റിഫൈസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് കൊടുത്തിട്ടുണ്ട്. വേർഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേർഡ് ആയിരിക്കണം. വൈറ്റ് സ്പേസസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. റിസർവ്ഡ് വേർഡ്സ് ഒന്നും, അതായത് കീ വേർഡ്സ് ഒന്നും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഡിഫറെന്റ് ആണ്. പിന്നെ ഡിജിറ്റ്സും ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പെഷ്യൽ സിമ്പിൾ ആയിട്ട് അണ്ടർസ്കോർ മാത്രമേ നമുക്ക് ഈ നെയിമായിട്ട് യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. വേറെ സ്പെഷ്യൽ സിമ്പിൾ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് ആ പേര് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനത്തെ പേരൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഡിജിറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പേരൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഈ റൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ വേരിയബിൾസിനും അറേസിന്റെയും പേര് നെയിം സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഫംഗ്ഷൻസിന്റെയും നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂൾസ് ഫോളോ ചെയ്താണ് ഫംഗ്ഷന്റെ നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു ഫംഗ്ഷൻ നെയിമായിട്ട് നമ്മളൊരു സംഭവം ഡിഫൈൻ ചെയ്തുവെങ്കിൽ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ അതേ പേര് തന്നെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല. ഇവിടെ ഇപ്പം സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തെന്ന് വെച്ചോ, ആ സമ്മിന് പകരം അഡീഷൻ എന്ന് പറയുന്ന പേരിൽ ഒരു വേരിയബിൾ എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ അഡീഷൻ എന്ന പേരുള്ള ഒരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്താൽ ഈ പ്രോഗ്രാം റൺ ആവത്തില്ല.
അപ്പം മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിന്റെ പേരിലൊന്നും നമ്മൾ ഫംഗ്ഷൻ സാധാരണ ഉണ്ടാക്കാറില്ല. ഡിഫറെൻറ്റ് നെയിംസ് സാധാരണ ഉപയോഗിക്കുക, എന്നാലേ പ്രോഗ്രാം റൺ ആവുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ അതേസമയം ഈ ഫംഗ്ഷന്റെ പേരിൽ തന്നെ ഈ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷന്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള വേരിയബിൾസിന് വേണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ പേര് നമുക്ക് യൂസ് ചെയ്യാം. പ്രോഗ്രാം റൺ ആവും. എന്നാലും സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. ഈ ഫംഗ്ഷന്റെ പേരും അതിനകത്തുള്ള വേരിയബിൾസിന് സെയിം പേര് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. പ്രോഗ്രാം റൺ ആവുമെങ്കിലും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാണ് ഫംഗ്ഷൻ നെയിം എന്നുള്ളത്. പിന്നെ അടുത്താണ് ഫംഗ്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ടൈപ്പ്, അതായത് ഈ ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ, അതാണ് ഇൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഈ ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. ആ വേരിയബിളിന്റെ വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഇൻറ്റീജർ. ഇവിടെ ഇൻറ്റ് എന്നുകൊണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇപ്പം നമുക്ക് ഇൻറ്റീജറിന് പകരം ഇപ്പം എന്തെങ്കിലും ഫ്ലോട്ട് എന്ന വാല്യൂ, അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ ആണ് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത് എങ്കിൽ ഫ്ലോട്ട് എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഫംഗ്ഷൻ്റെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഫ്ലോട്ട് എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഡെസിമൽ പോയിന്റ്സ് കൂടുതൽ ഉള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എങ്കിൽ ഡബിൾ എന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്യുക. ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്യുക. അതേസമയം ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ യൂസ് ചെയ്യേണ്ട ഡാറ്റ ടൈപ്പാണ് വോയിഡ്. നമ്മൾ ഈ വോയിഡ് എന്ന സംഭവം സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. തുടങ്ങിയ സമയത്ത് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. ആ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഡാറ്റ ടൈപ്പാണ് വോയിഡ് എന്നത്. നമ്മൾ ആക്ച്വലി ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രമേ ഇതുവരെ കണ്ടുള്ളൂ. എല്ലാ പ്രോഗ്രാമിലും ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു വാല്യൂ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യണം എന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു വാല്യൂ റിട്ടേൺ ആവത്തുള്ളൂ. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു വാല്യൂ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ വോയിഡ് എന്ന് വേണം മെൻഷൻ ചെയ്യാൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, വോയിഡ് എന്നാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിട്ടേൺ എന്ന് പറയുന്ന എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവത്തില്ല. നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻറ്റ് എന്നോ ഫ്ലോട്ട് എന്നോ ഡബിൾ എന്നോ വോയിഡ് എന്നോ രീതിയിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഒരു വാല്യൂ റിട്ടേൺ ശ്രദ്ധിക്കുക, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ വോയിഡ് എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഡാറ്റ ടൈപ്പും മെൻഷൻ ചെയ്യുന്നില്ല എന്ന് കരുതിക്കോളൂ. ഇൻറ്റീജറോ ഫ്ലോട്ട് എന്നോ ഡബിൾ എന്നോ വോയിഡ് എന്നോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ആദ്യമേ തന്നെ ഫംഗ്ഷൻ നെയിമും ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ഏത് ഡാറ്റ ടൈപ്പ് ഒന്നും മെൻഷൻ ചെയ്തില്ല എന്ന് കരുതിക്കോളുക. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അസ്യൂം ചെയ്യും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന്. നമ്മൾ ഒരു ഇൻറ്റ് എന്നോ ഫ്ലോട്ട് എന്നോ ഡബിൾ എന്നോ വോയിഡ് എന്നോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് അത് അസ്യൂം ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ എപ്പോഴും അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും ഏത് ഡാറ്റ ടൈപ്പിലാണെന്ന്. ഇൻറ്റീജർ ആണെങ്കിലും ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻറ്റീജർ എന്ന രീതിയിൽ അതങ്ങ് അസ്യൂം ചെയ്ത് പ്രോഗ്രാം അങ്ങ് റൺ ആവും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തതാണ് പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ് ആണ്. ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ട് പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്, ഫോർമലും പിന്നെ ഒന്ന് ആക്ച്വലും. ആക്ച്വൽ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഫംഗ്ഷന്റെ അകത്ത് നമ്മളുടെ ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന വാല്യൂ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ആവശ്യമുള്ള വേരിയബിൾസ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യും. അതിനെയാണ് പാരാമീറ്റർ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ്. ഈ ഫംഗ്ഷന്റെ അകത്ത് ഉപയോഗിക്കാനായിട്ടാണ് ഈ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യുന്ന വാല്യൂ ഇവിടെ റിസീവ് ചെയ്യണം. രണ്ട് വാല്യൂസ് ആണ് ഇൻപുട്ടായിട്ട് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് വാല്യൂസ് റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 വാല്യൂസ് ആണ് റിസീവ് ചെയ്യേണ്ടതെങ്കിൽ 3 വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. സെയിം നമ്പർ തന്നെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ് എങ്കിൽ എറർ കാണിക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യും സാമ്പിൾ പ്രോഗ്രാം സഹിതം.
അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് വാല്യൂസ് റിസീവ് ചെയ്യാനായിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ലിസ്റ്റിനെയാണ് പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പാരാമീറ്റർ ലിസ്റ്റിനെ ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർമൽ സ്റ്റാർട്ട് ചെയ്യണ എഫിലാണ്. ഇതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷന്റെ അകത്ത് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ എക്സും വൈയും ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഈ ലിസ്റ്റിനെ പാരാമീറ്റർ ലിസ്റ്റ് എന്നും പറയും. ഈ എക്സിനെയും വൈനെ നമ്മൾ ആർഗ്യുമെന്റ്സ് എന്നും പറയും, ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നും പറയും. ഈ വേരിയബിൾസിനെ, ഈ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നും പറയും. ഫോർമൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ ഇതിനെ പറയും, എക്സിനെയും വൈയെ. ഇവിടെ നമ്മൾ എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് ആർഗ്യുമെന്റ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ രണ്ട് വാല്യൂസ് നമുക്ക് റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഹെഡർ ലൈൻ, അതായത് ഫംഗ്ഷന്റെ ഹെഡർ സ്റ്റേറ്റ്മെന്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ആണ്. അതിന്റെ അർത്ഥം റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. അതിന്റെ ഫംഗ്ഷന്റെ പേര് ആവറേജ് എന്നാണ്. അത് 3 വാല്യൂസ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന പോലെ ആദ്യത്തതും മൂന്നാമത്തെയും വാല്യൂസ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ആർഗ്യുമെന്റ്സ് എന്നുള്ളത് ABC ആണ്. അതിൽ ആദ്യത്തതും മൂന്നാമത്തതും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വാല്യൂ മാത്രം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഈ വാല്യൂസ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതേ ഓർഡറിൽ തന്നെയായിരിക്കും. അല്ലാതെ അതിൽ ആദ്യം ഫ്ലോട്ട് സെൻഡ് ചെയ്യുന്ന അത് നേരെ വന്ന് രണ്ടാമത്തെ ഫ്ലോട്ടിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന രീതിയിലല്ല. ആദ്യം ഫ്ലോട്ട് എന്ന വാല്യൂ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് വന്ന് ഇവിടുത്തെ ഇൻറ്റീജർ വാല്യൂവിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതേ ഓർഡറിൽ തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഈ അടുത്തൊരു എക്സാമ്പിൾ, ഇത് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ്. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ്. ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ ആണ്. നമ്പർ എന്നാണ് ഫംഗ്ഷന്റെ പേര്. അതിൻ്റെ അകത്ത് രണ്ട് വാല്യൂസ്, രണ്ട് ആർഗ്യുമെന്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രണ്ടും ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എക്സ് എന്നും വൈ എന്നും. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ വോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് വോയിഡ് എന്ന സംഭവം ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഫംഗ്ഷന്റെ പേര് എഴുതി ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം നമ്മൾ ഇവിടെ റിസീവ് ചെയ്യാൻ ഒരു വാല്യൂ റിസീവ് ചെയ്യേണ്ട എങ്കിൽ, അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു വാല്യൂ ഇൻപുട്ട് ആയിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളിവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഇതാണ് കൊടുക്കേണ്ടത്. ആ ബ്ലാങ്ക് ആണ് നമ്മളിവിടെ വോയിഡ് എന്ന് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം റൺ ചെയ്യപ്പോൾ ഇതിൻ്റെ അകത്ത് വാല്യൂസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഇൻപുട്ടായിട്ട് ഒരു വാല്യൂസ് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളിവിടെ ഈ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇവിടെ ഇൻറ്റീജേഴ്സ്, ഇവിടെ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വോയിഡ് എന്ന് പറഞ്ഞ് എഴുതാം. ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു വാല്യൂയും റിസീവ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വരുമ്പോഴും ഇങ്ങനെ വോയിഡ് എന്ന് വേണം എഴുതേണ്ടതായിട്ട്. ഒന്നുകിൽ വോയിഡ് എന്ന് ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രം ഇട്ടാലും മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വാല്യൂ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുന്നില്ല, ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വോയിഡ് വന്നത് കൊണ്ടല്ല ഇവിടെ വോയിഡ് വന്നത്. ഇവിടെ വോയിഡ് വന്നതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് ഒരു വാല്യൂം ഇല്ല എന്ന് കാണിക്കാനാണ് ഇവിടെ വോയിഡ് എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വാല്യൂ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വാല്യൂ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ വോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്നുകിൽ വോയിഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, ആർഗ്യുമെന്റ്സ് ആയിട്ട് ഒരു വേരിയബിൾസും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ് എന്നതിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത ബാക്കിയുള്ള നോക്കാം. ഈ ഫംഗ്ഷൻ ബോഡിക്കകത്ത്, അതായത് കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ആദ്യം ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന പാർട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് അല്ലാതെ എക്സ്ട്രാ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫംഗ്ഷൻ റൺ ചെയ്യാനായിട്ട് എക്സ്ട്രാ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന ആ പോർഷനെയാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം റിസൾട്ട് എന്ന വേരിയബിൾ ഇവിടെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇൻപുട്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നില്ല. റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വാല്യൂ ഇൻപുട്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, പകരം ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. റിസൾട്ട് എന്ന വേരിയബിൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റീജർ ആയിട്ട്, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലുള്ള ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലെല്ലാം നമുക്ക് പുതിയ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരും. നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ വേരിയബിൾസും ലോക്കൽ വേരിയബിൾസ് തന്നെയാണ്. ആക്ച്വലി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, രണ്ട് ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾസും ലോക്കൽ വേരിയബിൾസും. ഗ്ലോബൽ വേരിയബിൾസിൽ നമ്മൾ ഇതുവരെ ഒന്നും ഡിക്ലെയർ ചെയ്തില്ല. നമ്മൾ ഇത്രയും നാളും പഠിച്ച ലോക്കൽ വേരിയബിൾസ് തന്നെയാണ്. ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്.
അങ്ങനെ ലോക്കൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുവെങ്കിൽ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് ആക്ച്വൽ ആയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റിന് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫംഗ്ഷൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. മെയിൻ ഫംഗ്ഷനെക്കാളും സ്റ്റേറ്റ്മെന്റ്സ് ഒരു പക്ഷേ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ ആ പോർഷന് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കും പോലെ തന്നെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ അറേസോ എന്ത് വേണോ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സംഭവം. അതായത് എന്ത് വാല്യൂ ആണോ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യേണ്ടത് അത് കാണിക്കാനാണ് ഈ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ ഫംഗ്ഷന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് എന്ത് സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്താലും ഈ കേളി ബ്രാക്കറ്റിനും അകത്ത് തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് എന്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെൻഷൻ ചെയ്താലും അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വരെ അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യേണ്ടത്, റിട്ടേൺ ചെയ്യേണ്ടത്, ആ വാല്യൂ ആണ് ഈ റിട്ടേൺ എന്ന കീവേഡ് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ ഇന്റ് എന്ന ഡാറ്റ ടൈപ്പ് ആണ് മെൻഷൻ ചെയ്തതുകൊണ്ട് ഇതിൽ നിന്ന് സെൻഡ് ആവുന്ന വാല്യൂ ഇന്റീജർ തന്നെയായിരിക്കും. ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഇന്റീജർ ആണല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേരിയബിളിനല്ല സെൻഡ് ചെയ്യുന്നത്, വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേരിയബിൾ നമുക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ മെൻഷൻ ചെയ്യാം. അത് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സ്പ്രഷൻ സോൾവ് ചെയ്തിട്ട് ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമ്പർ തന്നെ റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ എന്ത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താലും അത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താലും തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 10 ആയിരിക്കും ഈ കേസിലാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുമല്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ റിട്ടേൺ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഇതിപ്പം ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത് അത് വേറെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യാനും നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുതിയൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇങ്ങോട്ട് വരുന്നതും ആ വാല്യൂ ആയിരിക്കും തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് റിട്ടേൺ ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവത്തില്ല. ഇവിടെ ഇപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് x, y എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 2 വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വർക്ക് ആവത്തില്ല. അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ നമുക്ക് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഒരു തവണ ഫംഗ്ഷൻ കോൾ ചെയ്താൽ തിരിച്ച് ഒരു വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇങ്ങനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണ്ട എങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒഴിവാക്കാം. ഇതൊരു ഓപ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ഫംഗ്ഷനിലും നിർബന്ധമായും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്ന് റൂളില്ല. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണ്ട എങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ തന്നെ അങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇപ്പോൾ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് റിട്ടേൺ എന്ന് എഴുതി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് മാത്രം ഇടാം. അല്ലെങ്കിൽ റിട്ടേൺ എന്ന് എഴുതി ജസ്റ്റ് സെമി കോളൻ മാത്രം ഇടാം. അതും അല്ലെങ്കിൽ ഈ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റേ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. എങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം വോയിഡ് എന്ന ഡാറ്റ ടൈപ്പിലാണെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഏതെങ്കിലും എഴുതുക. അപ്പോൾ ഒരു വാല്യൂം റിട്ടേൺ ആവത്തില്ല. അങ്ങനെ ഇപ്പം റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ കേളി ബ്രാക്കറ്റ് കൊണ്ട് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ സ്റ്റോപ്പ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു വാല്യൂം റിട്ടേൺ ഇല്ലാതെ മെയിൻ ഫംഗ്ഷനിലുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ഞാൻ 2 എക്സാമ്പിളും കൂടെ കാണിക്കാം. ഇവിടെ ഇപ്പം ഈ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന ഈ ഫംഗ്ഷൻ ബോഡിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുക. ഇവിടെ ഇഫ് എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ 0 എന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എൽസ് അല്ല എങ്കിൽ 1 എന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി നടക്കുന്നത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു വാല്യൂയെ റിട്ടേൺ ആവത്തുള്ളൂ. ഒന്നുകിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അറ്റ് എ ടൈം ഒരു വാല്യൂ റിട്ടേൺ ആവത്തുള്ളൂ. ഒരുമിച്ച് 0യും 1ഉം കൂടെ റിട്ടേൺ ആവത്തില്ല. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നുകിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഒരു സമയത്തും ഒരുമിച്ച് 0യും 1ഉം കൂടെ റിട്ടേൺ ആവത്തില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ് എ ടൈം ഒരു വാല്യൂ റിട്ടേൺ ആവത്തുള്ളൂ, ഒരുമിച്ച് 2 വാല്യൂ റിട്ടേൺ ആവത്തില്ല. പക്ഷേ ഒരു ഫംഗ്ഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് പോസിബിൾ ആണ്.
ഇവിടെ ഇപ്പം കാണിച്ച പോലെ ഒന്നിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ്, 2 സ്റ്റേറ്റ്മെന്റ്സ് അതിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് പോസിബിൾ ആണ്. പക്ഷേ അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ആകത്തുള്ളൂ. ഇവിടെ പോലെ തന്നെ ഇവിടെ ഇഫ് കണ്ടീഷന്റെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ അറ്റ് എ ടൈം മെയിൻ ഫംഗ്ഷനിലോട്ട് പോവുകയുള്ളൂ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ആകത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് ഇവിടെ ഇപ്പം റിട്ടേൺ എന്നും പറഞ്ഞ് ഞാൻ ഒരു എക്സ്പ്രഷൻ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. 2.5 ഇൻറ്റു 3.0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും 7.5 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് റിട്ടേൺ ചെയ്യുന്നത് 7 എന്ന വാല്യൂ ആയിരിക്കും. 7.5 റിട്ടേൺ ചെയ്യത്തില്ല, 7 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡാറ്റ ടൈപ്പ് ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഇൻറ്റീജർ ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് മെയിൻ ഫംഗ്ഷനിലോട്ട് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. ഇപ്പോൾ ഈക്വേഷൻ സോൾവ് ചെയ്ത് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ കിട്ടിയാലും തിരിച്ച് റിട്ടേൺ ആവുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലായിരിക്കും. ഇവിടെ 7.5 കിട്ടിയാലും റിട്ടേൺ ആവുന്നത് 7 എന്ന വാല്യൂ ആയിരിക്കും. കാരണം ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ വോയിഡ് കൊടുത്തു. വോയിഡ് എന്ന് പറയാൻ കാര്യം ഒരു ഇൻപുട്ടായിട്ട് ഒരു വാല്യൂ ഇവിടെ റിസീവ് ചെയ്യുന്നില്ല. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു വാല്യൂ റിസീവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വോയിഡ് എന്ന് ഇവിടെ കൊടുത്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻ കോളിനെ പറ്റിയും ഫംഗ്ഷൻ ഡിക്ലറേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക് യു.